എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. ഒരു 1.5 മാസം കൊണ്ട് തോളൻ്റെ ഇവിടെ തൊട്ട് ഇവിടം വരെ പൊട്ടി പ്രശാന്തിച്ചിന് ഇവിടെ പറഞ്ഞിരുന്ന എല്ലാവരോടും പ്രാർത്ഥിക്കണം. 6 മാസം കൊണ്ട് ഇത് റീജോയിൻ ചെയ്യുന്നു പറഞ്ഞു. 1.5 മാസം കൊണ്ട് റീജോയിൻ ചെയ്യും. IMS ഇന്ത്യൻ മിഷണറി സൊസൈറ്റി. ആരോ പറഞ്ഞു കേട്ടു, ഇവിടെ മനസ്സിന് സമാധാനം. ഞങ്ങൾ ഇരുന്നുണ്ട് പ്രശാന്തച്ഛനെ പറ്റി എല്ലാം തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ അച്ഛൻ പറഞ്ഞത് തന്നെ അച്ഛനെ വാട്സപ്പിൽ ഇട്ടിട്ട് ഞാൻ വായിച്ച് ഓർമ്മക്കുറവുണ്ട്. 81 51 വയസ്സുണ്ട്. അപ്പോഴേ അച്ഛൻ്റെ പേര് പ്ലാസിഡിൻ്റെ അർത്ഥം പ്രശാന്ത് എന്ന് അച്ഛൻ തന്നെ വാട്സപ്പ് എഴുതുന്ന എൻ്റെ ഓർമ്മ. പ്രശാന്തനായിരുന്നു തീർച്ചയായിട്ടും. അച്ഛൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ എന്നെ ടീച്ചറെ 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 എന്ന് വിളിക്കുന്നത് ഞാൻ ഓർക്കുക. ഈശോയുടെ കൃപ കൊണ്ട് 26 വർഷം അച്ഛനോടൊത്ത് ഇവരോടൊത്ത് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പറ്റി. എനിക്ക് ഓർക്കുക, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഞാൻ മറന്നുപോയി ആദ്യം സംബോധന ചെയ്യാൻ. സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുന്നു. അപ്പം പ്രശാന്ത് അച്ഛനോട് ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടതാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഡൈനിങ് റൂമിൽ ഇരുന്നു. ഞാൻ അവരോട് സംസാരിച്ചു. അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ നടക്കുമ്പോൾ ഒറ്റയ്ക്ക് പോയി ബാത്റൂമിൽ പോകണം, ഒറ്റയ്ക്ക് അവിടെ പോകണം, കൂട്ടം ചേർന്ന് പോയാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വേണ്ടാത്തവർ സംസാരിച്ചു പോകും. അത്ര വരെ ശ്രദ്ധിക്കുമായിരുന്നു അച്ഛൻ. അപ്പം അച്ഛൻ എന്നെ ടീച്ചറെ ടീച്ചറെ എന്ന് വിളിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പോൾ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈസ് 87 വീട്ടിലുണ്ട്. ഞാൻ മരുന്നോന്ന് ചോദിച്ചപ്പോൾ മരുന്നില്ലെന്ന് പറഞ്ഞു. എന്നെക്കാളും ആരോഗ്യമുണ്ട്. 7 വയസ്സിനേക്കാളും കൂടുതലാണെങ്കിലും 6 വയസ്സ്. അന്നേരം ആദ്യ കാലങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വരും. എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ബാങ്കിലായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ അവധിയെടുക്കാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം വന്നിട്ട് 1 രൂപയുടെ മഞ്ഞ പുസ്തകം കൊണ്ട് തരും. 25 എണ്ണം ആദ്യത്തെ പ്രാവശ്യം. ഞാൻ ബസ്സിൽ പോകുന്നവർക്കും സ്ഥലങ്ങളായിട്ടുള്ള ജോലിക്ക് പോകുമ്പോൾ ബസ്സിൽ പോകുന്നവർക്ക് ഓരോന്നും. അടുത്ത പ്രാവശ്യം 25 രൂപയെന്ന് കാണുമ്പോഴേ അടുത്ത ആഴ്ച 50 എണ്ണം കൊടുത്തിരുന്നു. അപ്പോഴും ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. എൻ്റെ ഓരോരുത്തരുടെ പതിവായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ബസ്സിലുള്ള. അപ്പോൾ അവർ പറയുന്നത് അത് ഞാൻ വായിച്ചു വിട്ട് ഒത്തിരി നല്ലത് എനിക്ക് പ്രയോജനം കിട്ടി എന്നൊക്കെ പറയുന്നു. ഈശോയെ നന്ദി. അങ്ങനെ ഒരുപാട് കൂടിയിരുന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ജയിൽ മിനിസ്ട്രിയിലൊക്കെ പോകുമായിരുന്നു. ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ഭാര്യമാരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ സാമ്പത്തികം കൊടുക്കാനൊക്കെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് സ്കൂട്ടറിലൊക്കെ പോകുമായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർത്തത് ഇടയ്ക്ക് ഓർമ്മ. ഞാൻ സ്കൂളിൽ സംസാരിക്കുന്ന കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇപ്പം അധികം ഇവിടെ നീട്ടി പറയത്തില്ല. അന്നേരം ഈ അച്ഛനുമായിട്ട് ഞാൻ അത് മറന്നുപോയി. പറഞ്ഞുകൊണ്ട് വന്ന് കണ്ടിന്യൂഷൻ പോയി. അന്നേരം ഒരു തിങ്കളാഴ്ച അവധിയായിരുന്നു. ഞാൻ ഹസ്ബൻഡുമായിട്ട് മാതാവിൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് വന്നു. ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഈശോ ഞാനൊരു സാക്ഷ്യം പറയുക. രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു എൻ്റെ ചെവിയിലൊരു സ്വരം. അവിടെ ശുശ്രൂഷകരൊക്കെ അന്നവർക്ക് യൂണിഫോം ഒന്നുമില്ല. ശുശ്രൂഷയൊക്കെ ഓടി നടക്കുന്നു. അപ്പം എനിക്കിവിടെ ശുശ്രൂഷ ചെയ്താൽ എന്താ കുഴപ്പം എൻ്റെ വിചാരം. അപ്പം ഞാൻ പറഞ്ഞേ, മാതാവേ ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് വരും കേട്ടോ. എനിക്കിപ്പം 53 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 60 വരെയാണ് ഞങ്ങൾക്ക് പ്രായം. 60 ആകുമ്പോൾ മാതാവേ ഞാനിവിടെ 2 കിലോമീറ്റർ കൈവരിയാണ് താമസിക്കുന്നത്, അറിയാമല്ലോ. ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് വരും കേട്ടോ. അപ്പം എനിക്കൊരു ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എനിക്കൊരു സ്വരം എൻ്റെ ചെവിയിൽ, സർക്കാരിന് വേണ്ട അത് ചവറാകുമ്പോഴാണോ വരുന്നത്? ഈശോ ഞാനൊരു സാക്ഷ്യം പറയുമല്ലോ. സർക്കാരിന് വേണ്ട അത് ചവറാകുമ്പോൾ എവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഇനി 6 വർഷമില്ലേ, കിട്ടുന്ന ശമ്പളം ദാനം ചെയ്താൽ പോരെ, അങ്ങനെ നിങ്ങൾ ചെയ്യുമോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഓടി അവിടെ ഹസ്ബൻഡിനോട് പോലും പറയാതെ അച്ഛൻ പ്രശാന്തച്ഛൻ ഇങ്ങനെ തല കൈവച്ച വരാതെ ഇങ്ങനെ ആശീർവദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത് എല്ലാവരും മാറിയിട്ടുള്ള ഇത് പറയാം. അപ്പോൾ എല്ലാവരുടെയും കൈ വെച്ചപ്പോൾ എൻ്റെ തല കൈ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാലേ ഉള്ളൂ തരാം, മറ്റുള്ളവരെല്ലാം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കിവിടെ ശുശ്രൂഷയ്ക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 6 വർഷം കഴിഞ്ഞ് ഞാനിനി വരും കേട്ടോ, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ ഉണ്ടവൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ താടി പൊക്കി ഒരു പറഞ്ഞു. എൻ്റെ കർത്താവേ, ഞാൻ വായിച്ചെന്നു മെയിലൊക്കെ പൊട്ടിച്ച് ഞാൻ നോക്കിയപ്പോഴേ PRS എടുത്ത് പോകേണ്ടവർ വിത്ത് ബെനിഫിറ്റ് പോകാം എന്നാ. വരാനുള്ള വർഷത്തെ ഒരു സാക്ഷ്യമാണല്ലോ. വരാനുള്ള വർഷങ്ങളിലെ സാലറിയുടെ പകുതിയോട് തരാൻ വീട്ടിൽ ചെയ്യണം. കാരണം കമ്പ്യൂട്ടറൊക്കെ ഏർപ്പെടാൻ പോകുന്നു. അപ്പം ആളുകളെയൊക്കെ കുറയ്ക്കാനുള്ളൊരു സംവിധാനമായിരിക്കും. എന്തായാലും എനിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആദ്യമായിട്ടാണ്
പെട്ടെന്ന് ബില്ലിങ് എന്ന് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റല്ലേ ബില്ലിങ്. അപ്പോൾ ഞാൻ കുറേ ഡീറ്റെയിൽസ് എടുക്കുന്നു. അവിടെ ഇത്രയും നാൾ 15 ദിവസം ഉണ്ട് അതിനോട്. ഉടനെ ഞാൻ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ റിട്ടയർ ചെയ്തു 55 വയസ്സ്. അപ്പം ഞാൻ പറഞ്ഞേ പിന്നെ ബാങ്കിലെ ഒരു ഇത് വന്നിരിക്കുന്നു, BRS എടുത്ത് പോകാം. അപ്പം ഞാനിനി ചോറൊക്കെ വെച്ചിട്ട് ചൂടോടെ വരാം. അപ്പം ഞാൻ ചോറൊക്കെ വെച്ചിട്ട് പോകരുത് തന്നെയല്ലേ, മക്കളെല്ലാം അവിടെ എവിടെയെങ്കിലും. അപ്പോഴേ എന്നോട് പറയാം, വേണ്ട വേണ്ട, നീ എൻ്റെ സമയം ചിട്ടയൊക്കെ പോകുന്നു, ഞാൻ ചെല്ലാൻ പോയ സമയത്ത് വിളിക്കത്തില്ല വരുന്നൊക്കെ കാണുന്നത് വേണ്ടല്ലോ. ഞാനൊന്നും വേണ്ടി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈ ഫോമൊക്കെ പിക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ടൈമിനൊക്കെ 5 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കി, ഞാൻ BRS എടുക്കട്ടെ. അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഈ ഭർത്താക്കന്മാരെ നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം വേറെ അല്ലേ. അപ്പോൾ എന്നോട് അതിന് ഇഷ്ടം പോലെ അപ്പോൾ ശരി, ഞാൻ അന്നേരം തന്നെ എല്ലാം ഒപ്പിട്ട് അയച്ചു. എൻ്റെ കർത്താവ് ഈശോയെ എനിക്ക് IMS ശുശ്രൂഷയ്ക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഓൾഡേജാണ്, ആഴ്ച അവിടെ പോകും. അങ്ങനെ 2 മാസം ഞാൻ വീട്ടിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ഒരാളെ തന്നെ ശുശ്രൂഷ ഞാൻ കൈതരാനുള്ള ഒരു ക്രിസ്ത്യാമ ഗുരുവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് IMS വരാൻ കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഈശോയെ നന്ദി. അച്ഛനെ വന്നിട്ടുണ്ട് മധ്യസ്ഥ പ്രകടനം കൂടി അച്ഛൻ്റെ കൂടെ. അതുപോലെ തന്നെ 26 വർഷം ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന കയറിയപ്പം കുറേ നാൾ കഴിഞ്ഞപ്പോൾ വചന പ്രൊഫഷണൽ വരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് എന്തുകൊണ്ട് വചനം പ്രസംഗിക്കാണ്, അതിൻ്റെ കോഴ്സിലൊക്കെ പോയി പഠിപ്പടത്തന്നൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കൗൺസിലിൽ നിന്ന് കേൾക്കാം. അപ്പോൾ അതിൻ്റെ ഈശോയുടെ കൃപ ഈ ഇവിടെ തന്നെ വലിയ അച്ഛനോടെയൊക്കെ അതിന് പറയാനൊക്കെ ദൈവം കൃപ തന്നു. റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാവരും അടിസ്ഥാനം. പിന്നെ വേറൊരു വചനം വരുന്നത് ഇപ്പം അച്ഛൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രശാന്ത് എപ്പോഴും കർത്താവായ ഈശോ പറയുന്നു, ഈശോ അവരോട് പറഞ്ഞു, യോഹന്നാൻ 5:17 എൻ്റെ പിതാവ് എപ്പോഴും, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്കും ദൈവം തന്ന ആയുസ് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രയത്നിക്കാൻ ദൈവം കൃപ തരട്ടെ. അച്ഛൻ പറഞ്ഞ പോലെ പ്രശാന്ത് അച്ഛനോട് തീർച്ചയായിട്ടും അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രശാന്ത് അച്ഛനോടും പ്രാർത്ഥിക്കണം, അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് ശുദ്ധീകരണം നമുക്ക് നമ്മുടെ വിശ്വാസം അറിയില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ.